ഹായ് ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നവോദയയുടെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ടീച്ചർ പറയാം കേട്ടോ. ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. റെസ്പെക്റ്റ് ഓഫ് എന്ന് കൊടുത്തിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതുപോലെ താഴത്തെ രണ്ടാമത്തേത് സ്കൂളിൻ്റെ നെയിം ഓഫ് സ്കൂളാണ്. സ്കൂളിൻ്റെ നെയിമും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അവരിപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ നെയിം കേട്ടോ. അതിനുശേഷം താഴത്ത് വന്നിരിക്കുന്നത് ബ്ലോക്ക് ലെറ്ററിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ കുട്ടിയുടെ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. പിന്നെ ഫാദറിൻ്റെ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, മദറിൻ്റെ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, ദെൻ താഴത്ത് വന്നിരിക്കുന്നത് നെയിം ഓഫ് ഗാർഡിയൻ ആണ്. അതായത് ഫാദർ അല്ല, മദർ അല്ല, ഗാർഡിയൻ ആണ് എങ്കിൽ, അതിപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ വേറെ ആരും അങ്കിളൊക്കെയാണ് കുട്ടീനെ നോക്കുന്നതെങ്കിൽ അവരുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക കേട്ടോ. ഫുൾ നെയിം എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി താഴെ വരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഡേ എഴുതുക. അതിനുശേഷം മന്ത് എഴുതുക. മന്ത് 1 ഡിജിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ 0 ഇട്ട് കൊടുക്കണം. വേർഡ്സിൽ തന്നെ എഴുതുക. വേർഡ്സിൽ എഴുതുമ്പോൾ നമ്മൾ ജനുവരി 4, 2004 ആണെങ്കിൽ അങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കുക കേട്ടോ. സ്പെല്ലിങ്ങിൽ തന്നെ ജെൻഡർ ബോയ് ആണോ ഗേൾ ആണോ എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ OBC ആണോ ജനറൽ ആണോ SC ആണോ ST ആണോ അത് മാർക്ക് ചെയ്യുക. പിന്നെ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് വിഷ്വലായിട്ട് ഹിയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക. അതിൻ്റെ പെർസെൻറ്റേജ് ലാസ്റ്റ് എഴുതുക. പിന്നെ ആധാർ നമ്പർ താഴത്തെ കൊടുത്തിൽ ആധാർ നമ്പർ ഫില്ല് ചെയ്യുക. പെൻ നമ്പർ സ്കൂളുകാർ കൊടുക്കുന്നതായിരിക്കും. അഡ്രസ്സ് എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, ഇമെയിൽ എഴുതുക. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, നമ്മുടെ എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടെങ്കിൽ അത് എഴുതുക. ആനുവൽ ഇൻകം, വാർഷിക വരുമാനം, നാഷണാലിറ്റി ഇന്ത്യ, റിലീജിയൻ നിങ്ങൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ എന്നുള്ളത് എഴുതുക. അതിനുശേഷം മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എക്സാം വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് എഴുതുക. അങ്ങനെ താഴത്ത് ടേബിൾ പൂർത്തിയാക്കാനാണ്. ടേബിളിനകത്ത് ക്ലാസ് 3യുടെ 4ൻ്റെ 5ൻ്റെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ വേറെ സ്കൂളിലാണ് പഠിച്ചെങ്കിൽ ക്ലിയർ ആയിട്ട് ആ സ്കൂളിലെ എഴുതുക. റൂറലും അർബനും കൊടുത്തിട്ടുണ്ട്. സിറ്റിയോട് ചേർന്നുള്ള സ്ഥലങ്ങളെ അർബൻ എന്നും സിറ്റിക്ക് പുറത്തുള്ള സ്ഥലങ്ങളെ റൂറൽ എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം താഴത്ത് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, പിന്നെ പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ. ഇത്രേ ഉള്ളൂ കേട്ടോ.